എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് R15 V3യുടെ എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ എങ്ങനെ മാറാമെന്നുള്ള ഒരു ഈസി ആയിട്ടുള്ള വഴിയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഒരു 8mm ഒരു ടീ സ്പാനറും, ഒരു 19mm ബോക്സ്, ഒരു ലിവറും, പിന്നെ ഒരു ഫണൽ, പിന്നെ ഒരു പ്ലെയറുമാണ് വേണ്ടത്. ഇപ്പോൾ ഇത്രയും ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എഞ്ചിൻ ഓയിൽ എമനൂബാണ് എടുത്തിരിക്കുന്നത്, തന്നെ ജെനുവൻ ഫിൽറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഫിൽറ്ററിൻ്റെ വില എന്ന് പറഞ്ഞാൽ 175 രൂപയും ഓയിലിൻ്റെ വില 490 രൂപയാണ്. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഓയിൽ ഒഴിക്കുന്ന ക്യാപ്പ് ഒന്ന് ലൂസ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് 19mm ഈ സ്പാനർ ഉപയോഗിച്ച് ഡ്രെയിനായിട്ട് ലൂസ് ചെയ്യാം. അതിന് നമുക്ക് അടുത്തതായിട്ട് ഫിൽറ്റർ റിമൂവ് ചെയ്യാം. 3 ബോൾട്ടാണ് വരുന്നത്. ഇങ്ങനെ സാറ് കാണിക്കത്തില്ല. ഇങ്ങനെ ഈ ക്ലോസ് ആയിട്ടുള്ള ഭാഗം അകത്തോട്ട് വരണം. അതിനുശേഷം നമുക്ക് ഈ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാം. ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളെ വണ്ടി ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പം പൂർണ്ണമായിട്ടും ഓയിലൊന്നും പോയി കാണില്ല. അപ്പോൾ നമുക്ക് വണ്ടി ഒന്നൂത്ത് പിടിക്കാം. നമുക്കിനി ഡ്രെയിൻ ബോൾട്ട് ടൈറ്റ് ചെയ്യാം. നമുക്ക് ഓയിൽ ഫിൽറ്റർ ഇടാം. അതിനുശേഷം നമുക്ക് പുറത്തെ കവറൊന്ന് ഫിറ്റ് ചെയ്യാം. ഏറ്റവും നീളം കൂടിയ ബോൾട്ട് ഈ ഭാഗത്തായിട്ട് വരും. അതിനുശേഷം 2 സെയിം അളവിലുള്ള 2 ബോൾട്ട് 2 സൈഡിലായിട്ട്. നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിന് ശേഷം എഞ്ചിൻ ഓയിൽ ഒഴിക്കാം. നമ്മൾ ഓയിലെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.